അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ 210 റൺസിന്റെ നോട്ട് ഔട്ട് പാർട്ട്ണർഷിപ്പ്, അതും 86 പന്തിൽ. മത്സരം കണ്ട ആരാധകരും ചോദിക്കുന്നു, ഒരല്പം ദയൊക്കെ വേണ്ടേ? കാരണം മത്സരം നടക്കുന്നത് ഇന്ത്യയിലോ ബംഗ്ലാദേശിലോ ശ്രീലങ്കയിലോ അല്ല, നിറയെ പേസും ബൗൺസുമുള്ള സൗത്ത് ആഫ്രിക്കയുടെ വിക്കറ്റിൽ. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ 4ാം T20 മത്സരത്തിൽ സഞ്ജു സാംസണും തിലക് വർമ്മയും ചേർന്ന് അടിച്ചെടുത്തത് 19 സിക്സും 15 ഫോറും. ടീമിന്റെ മൊത്തം ബൗണ്ടറികൾ കണക്ക് കൂട്ടിയാൽ 23 സിക്സും 17 ഫോറും. അതായത് ഒരു 20 ഓവർ മത്സരത്തിന്റെ 7 ഓവറിൽ മുഴുവൻ ഓൾമോസ്റ്റ് ബൗണ്ടറികൾ. അബ്സല്യൂട്ട് കാർണേജ് എന്നല്ലാതെ എങ്ങനെയാണ് ഈ ഇന്നിംഗ്സിനെ വിശേഷിപ്പിക്കാൻ സാധിക്കുക? സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ ഈ 4ാം T20 മത്സരത്തിൽ സഞ്ജു സാംസണും തിലകും ചേർന്ന് അടിച്ചെടുത്ത ചില റെക്കോർഡുകൾ ഈ വീഡിയോയിലൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ റെക്കോർഡ് എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ഏതൊരു ടീമിന്റെയും T20 ഇന്റർനാഷണലിലെ ഏറ്റവും ഉയർന്ന സ്കോർ 283. ഇനി ഒരു കലണ്ടർ വർഷം T20 ഇന്റർനാഷണൽ 3 സെഞ്ചുറി നേടുന്ന ഒരേ ഒരു താരമായിട്ട് സഞ്ജു സാംസൺ മാറുകയും ചെയ്തു. T20 ഫോർമാറ്റിലെ 2ാം വിക്കറ്റിൽ സഞ്ജുവും തിലകും ചേർന്ന് നേടിയ ഈ ഒരു 210 റൺസിന്റെ പാർട്ട്ണർഷിപ്പ് ഇന്ത്യയുടെ T20 ക്രിക്കറ്റിലെ എക്കാലത്തെയും മികച്ച പാർട്ട്ണർഷിപ്പായിട്ട് മാറി. ഇനി ഒരു T20 സീരീസിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ റൺസ് സ്വന്തമാക്കുന്ന റെക്കോർഡ് തിലക് വർമ്മ സ്വന്തമാക്കി. 280 റൺസാണ് ഈ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ T20 സീരീസിൽ തിലക് സ്വന്തമാക്കിയത്. 2021 വിരാട് കോഹ്ലി ഇംഗ്ലണ്ടിനെതിരായിട്ടുള്ള T20 സീരീസിൽ നേടിയ 231 റൺസ് എന്ന റെക്കോർഡാണ് തിലക് ഈ ഒരു ഇന്നിംഗ്സിലൂടെ, ഈ ഒരു പരമ്പരയിലൂടെ മറികടന്നത്. ഇനി അത് മാത്രമല്ല, T20 ഇന്റർനാഷണലിൽ ബാക്ക് ടു ബാക്ക് സെഞ്ചുറി നേടുന്ന 2 താരങ്ങളായി, 2 ഇന്ത്യക്കാരായി സഞ്ജു സാംസണും തിലക് വർമ്മയും ഈ ഒരു പരമ്പരയിലൂടെ മാറി. ഇനി ഈ റെക്കോർഡുകൾക്കൊക്കെ പുറമെ എന്തുകൊണ്ട് ഇവരുടെ ഇന്നിംഗ്സുകൾ ഇത്രത്തോളം സെലിബ്രേറ്റ് ചെയ്യപ്പെടണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ആവശ്യത്തിലധികം പേസും ബൗൺസുമുള്ള സൗത്ത് ആഫ്രിക്കയുടെ വിക്കറ്റിൽ T20 ക്രിക്കറ്റിന് ഇത്രയധികം പുല്ലുള്ള പിച്ച് ഉപയോഗിക്കില്ല എന്ന് ദക്ഷിണാഫ്രിക്കയുടെ മുൻ ഇതിഹാസം സാക്ഷാൽ ഷോൺ പൊള്ളോക്ക് വരെ പറഞ്ഞിടത്താണ് ഇന്ത്യൻ ബാറ്റർമാർ കൊലവിളി നടത്തിയത്. അതായത് സൗത്ത് ആഫ്രിക്കയുടെ പ്രതാപകാലത്തെ ഒരു മൂർച്ച സൗത്ത് ആഫ്രിക്കയുടെ ബൗളിംഗ് അറ്റാക്കിന് ഇപ്പോൾ ഇല്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും പ്രോട്ടീസിന്റെ ഒരു പേസിനും ബൗൺസിനും ഷോർട്ട് പിച്ച് പന്തുകൾക്കും ഒക്കെ മുന്നിൽ മുട്ടിടിച്ച ഇന്ത്യൻ ബാറ്റർമാരുടെ യുഗം അവസാനിച്ചു എന്ന വെളിപ്പെടുത്തൽ കൂടിയായിരുന്നു ഇരുവരുടെയും ഈ ഒരു പ്രകടനം. സഞ്ജുവിന്റെ കാര്യം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്. ഇനി തിലക് വർമ്മയുടെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് സൂര്യകുമാർ യാദവിന്റെ ഒരു സപ്പോർട്ട് എടുത്തു പറയേണ്ടതാണ്. ക്യാപ്റ്റൻ എന്ന നിലയിൽ തൻ്റെ 1 ഡൗൺ പൊസിഷൻ 3ാം നമ്പർ തിലക് വർമ്മയ്ക്ക് വിട്ടുകൊടുത്ത് ഒരു യുവതാരത്തെ എങ്ങനെ വളർത്തിയെടുക്കണമെന്ന ഉത്തമ മാതൃകയാണ് സൂര്യകുമാർ യാദവ് കാണിച്ചു തന്നത്. അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും ഈ ഒരു ഇന്നിംഗ്സിന് അഭിനന്ദനം അർഹിക്കുന്നു എന്നുള്ള കാര്യം വാസ്തവമാണ്. ഇനി സഞ്ജുവിൻ്റെയും തിലകിൻ്റെയും ഈ ഒരു ഇന്നിംഗ്സിനെ നമുക്ക് ഗ്രീക്ക് പുരാണത്തിലെ ശക്തിദേവനായ ഹെർക്കുലീസിന്റെ കഥയെ പോലെ അടയാളപ്പെടുത്താം. സിംഹത്തെ പോലും അടിച്ചൊതുക്കിയ ഹെർക്കുലീസിന്റെ കഥ പരിഭാഷപ്പെടുത്തിയാൽ അതിങ്ങനെയാണ്: ബുൾ റിംഗിൽ സഞ്ജുവിന്റെയും തിലകിന്റെയും ബാറ്റ് ഒരു ഹാമർ പോലെ കാണപ്പെട്ടു. ഇരുവരുടെയും കൈക്കരുത്തിന് മുന്നിൽ ദക്ഷിണാഫ്രിക്കയുടെ പോരുകാളകൾ ഞെരിഞ്ഞമർന്നു.